നിലമ്പൂർ നഗരസഭയിലെ മിനി ബൈപ്പാസിനോട് ചേർന്ന് പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടുന്നു. മിൽമ ജംഗ്ഷന് പുറകുവശത്താണ് വൻതോതിൽ മാലിന്യ കൂമ്പാരമുള്ളത്. യഥാസമയം ഡ്രൈനേജ് ഉൾപ്പെടെ വൃത്തിയാക്കാത്തതിൽ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി LDF-ഉം രംഗത്തെത്തി. മാലിന്യ നിർമ്മാർജ്ജന നടപടികൾ താറുമാറായതിൽ പ്രതിഷേധവുമായി ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. പ്രതിഷേധം മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. തന്നെ വളരെ വിഷമമുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. കാരണം ഈ നിലമ്പൂരിന്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ നിലമ്പൂരിൽ ഒരു കക്കൂസിന് മുമ്പിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താനുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ബഹുമാനായ അധ്യക്ഷൻ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഭരണസമിതി എന്ന നിലയിൽ ആ 5 വർഷത്തിൽ ഏകദേശം 2 വർഷക്കാലത്തോളം കോവിഡാനന്ത പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ആ മുനിസിപ്പാലിറ്റി നമ്മൾ അധികാരത്തിൽ വരുന്നത്. ഞങ്ങളുടെ പല കൗൺസിലർമാരും ആ കാലത്ത് PPE കിറ്റ് ധരിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ആദ്യമായി ആരോഗ്യരംഗത്ത് ഒരു സ്വകാര്യ ആശുപത്രി വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ആ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തെ നമുക്ക് കഴിഞ്ഞു. ബാക്കി 3 വർഷമാണ്. PM ബഷീർ അധ്യക്ഷത വഹിച്ചു. കക്കാടൻ റഹീം, T ഹരിദാസ്, VC ശ്രീധരൻ, രാജഗോപാലൻ, ഷൗക്കത്ത്, M മുജീബ് റഹ്മാൻ, സ്കറിയ കിനാത്തോപ്പിൽ, ഇടതുമുന്നണി കൗൺസിലർമാർ, മുൻ കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടിയ പ്രദേശം സന്ദർശിച്ച ശേഷമായിരുന്നു ബസ് സ്റ്റാൻഡിൽ സമരം സംഘടിപ്പിച്ചത്.